വെൽക്കം ബാക്ക്. അപ്പൊ ഗൈസ്, ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാണ് കേട്ടോ. അപ്പൊ കുറച്ചധികം നാളായിട്ട് ഇപ്പൊ നമ്മൾ വീഡിയോസ് ഒന്നും ഇടുന്നില്ല. അപ്പൊ അതിന്റെ കാരണം വെച്ചാൽ കുറച്ച് തിരക്കിലായിരുന്നു ഗൈസ്. ഞാനിപ്പം എന്റെ എക്സാം ഒക്കെ ആയിരുന്നു. അപ്പൊ ഇന്നലെയാണ് എന്റെ എക്സാം കഴിഞ്ഞത്. അപ്പൊ 2 മാസമായിട്ട് എനിക്ക് നല്ല തിരക്കായിരുന്നു. അതാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്നും ഇടാതിരുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ അപ്പൊ ഇന്ന് തുടങ്ങി നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാം. അപ്പൊ ഇന്ന് തുടങ്ങി ഞാൻ കറക്റ്റ് ആയിട്ട് വീഡിയോസ് ഒക്കെ ഇടാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് തുടങ്ങാണ്. ഇന്നിപ്പോ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് ഗൈസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഒട്ടുമിക്ക എന്റെ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഞാൻ മേടിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഞാൻ പർപ്പിളിൽ നിന്ന് അങ്ങനെ പർച്ചേസ് ചെയ്യൽ കുറവാണ്. ഞാൻ കൂടുതലും എനിക്ക് ആവശ്യമുള്ള മേക്കപ്പ് സാധനങ്ങളൊക്കെ ഞാൻ മേടിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ എന്റെ ചാനൽ കൂടുതലും ഫ്ലിപ്കാർട്ട് അൺബോക്സിംഗ് തന്നെ ആയിരിക്കും നിങ്ങൾ കാണുന്നത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യാട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിംഗ്, ഫ്ലിപ്കാർട്ട് അൺബോക്സിംഗ് വീഡിയോ. ഇതാണ് നമ്മുടെ പെട്ടി. ഇതാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇതില് ഒട്ടുമിക്കതും അൺബോക്സ് ചെയ്തതാണ് ഗൈസ്. പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കൂടി അൺബോക്സ് ചെയ്യാതെ വിചാരിച്ചു. അപ്പൊ ഇത്രയും സാധനങ്ങൾ, ഇത് ഇത്രയും കാണുമ്പോൾ ഇതിന്റെ അകത്ത് അത്ര ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല ഗൈസ്. വളരെ കുറച്ച് പ്രൊഡക്ട്സേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതാണ് കേട്ടോ ആദ്യത്തെ പ്രൊഡക്റ്റ്. നമുക്കിത് എന്താന്ന് നോക്കാം ഗൈസ്. ഇതൊരു ലിപ്സ്റ്റിക് ആണ്. ഇത് മാൾസിന്റെ ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഗൈസ്. ഇത് ഞാൻ അടുത്തൊന്ന് കാണിച്ചു തരാം. ഓക്കെ. അപ്പൊ ഗൈസ് ഇത് ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആട്ടോ ഗൈസ്. ഇത് മാൾസിന്റെ ലിപ്സ്റ്റിക് ആണ്. കണ്ടോ ഷെയ്ഡ്. ഇതിന്റെ പെർഫോമൻസിന്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ സംഭവം അടിപൊളിയാണ് ഗൈസ്. നമ്മുടെ ഒരു മാറ്റ് ഫിനിഷ് ആണ്. അതുപോലെ തന്നെ ട്രാൻസ്ഫർ പ്രൂഫ് ആണ്. അതൊക്കെ അടിപൊളിയാണ്. പക്ഷെ ഞാൻ ഓൺലൈനിൽ കണ്ടപ്പോ നല്ല അടിപൊളി ഷെയ്ഡായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഇടുമ്പോ എനിക്ക് അത്യാവശ്യം ചേരുമെന്ന് ഞാൻ വിചാരിച്ചു. ബട്ട് വന്നപ്പോ അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു ഗൈസ്. അട്ടർ ഫ്ലോപ്പ് എന്ന് അങ്ങനെ അവിടെ നമുക്ക് ടോട്ടലി പറയാൻ പറ്റൂല. മിക്സ് ഒക്കെ ചെയ്തിടുമ്പോ അത് അത്യാവശ്യം നല്ല ഷെയ്ഡാണ്. പിന്നെ ഇത് മാത്രമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു ഷെയ്ഡ് എനിക്ക് ചേരലൊക്കെ ഭയങ്കര ന്യൂഡാണ് ഗൈസ്. ഇത് കുറച്ചും കൂടി ഫെയർ ആയിട്ടുള്ള സ്കിൻ ടോണർക്കാണ് ഇത് കുറച്ചും കൂടി ഇത് ചേരുള്ളൂ. ഈ ഒരു ഷെയ്ഡിന്റെ പേരെന്ന് പറയുന്നത് സ്മൈൽ പ്ലീസ് 09 എന്ന് പറയുന്ന ഷെയ്ഡാണ് ഇട്ടത്. ഇതിന്റെ ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം. എന്താ ഈ ഒരു ഷെയ്ഡാണ്. ഓക്കെ. അപ്പൊ ഇതാണ് ഫസ്റ്റ് പ്രൊഡക്റ്റ്. ഇതിന്റെ കൂടെ തന്നെ വരുന്നതാണ് ഈ ഒരു ഷാർപ്പനർ ഇട്ട ഗൈസ്. അപ്പൊ ഗൈസ് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇത് ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്ത് കഴിഞ്ഞ ഒരു പ്രൊഡക്റ്റ് ആട്ടോ ഗൈസ്. ഇത് നെക്സ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് ഈ ഒരു ഫേസ് സ്കാനറുടെ കോമ്പാക്ട് പൗഡർ ആണ്. ഇത് അടിപൊളിയാണ്. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടമായി. നല്ലൊരു മാറ്റ് ഫിനിഷ് ആണ് ഗൈസ്. നമ്മൾ ഇത് ഇടുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ്. ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഷെയ്ഡ് വരുന്നത് ഐവറി 01 എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ആൻഡ് ഇതിന്റെ പ്രൈസ് വരുന്നത് എനിക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ മേടിച്ചപ്പോൾ എനിക്ക് 177 രൂപയ്ക്ക് എന്താണ് എനിക്ക് ഇത് കിട്ടിയത്. അതെ 177 277 ആണോ അല്ല 177 ആണെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. ഞാൻ കറക്റ്റ് പ്രൈസ് എന്തായാലും ടാഗ് ചെയ്തേക്കാട്ടെ. ഞാൻ മറന്നുപോയി. കുറച്ചധികം നല്ല ഗൈസ് ഇത് വന്നിട്ട്. ഇതിന്റെ ഷെയ്ഡ് ഈ ഒരു ഈ ഒരു ഷെയ്ഡാണ്. ഇതെന്റെ ഷെയ്ഡാണ് ഗൈസ്. എനിക്ക് ഇഷ്ടായി ഗൈസ്. നല്ല കവറേജ് ഉണ്ട് കേട്ടോ ഗൈസ്. ഇത് ഞാനിപ്പോ ഇട്ട ലിപ്സ്റ്റിക്കിന്റെ മുകളിലാണ് ഇപ്പൊ ഇത് ഇട്ടേക്കണേ. അടിപൊളിയാണ് ഗൈസ്. അപ്പൊ ഇത് അത്യാവശ്യം കവറേജ് ഒക്കെ ഉള്ള നമുക്ക് പെട്ടെന്നൊക്കെ ഒന്ന് പുറത്തു പോകുമ്പോ നമുക്ക് ഫൗണ്ടേഷൻ ഒക്കെ ഇട്ടില്ലെങ്കിലും ഈ ഒരു സംഭവം ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് അടിപൊളിയാണ് ഗൈസ്. അപ്പൊ ഇത് കൊള്ളാം. നല്ല പ്രൊഡക്റ്റ് ആണ് ഇത് വരുന്നത്. ഇനി അടുത്തത് കണ്ടോ കൊള്ളാം. ഇതെന്താ നമുക്ക് നോക്കാം. ഗൈസ് അടുത്ത പ്രൊഡക്റ്റ് ഈ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ ആണ് ഗൈസ്. ഇത് ഒരു 4 എണ്ണത്തിന്റെ പാക്കാണ് ഗൈസ്. ഇത് ഇതിന്റെ ഫീൽ ഹൈ കോസ്മെറ്റിക് ബ്ലെൻഡർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫീൽ ഹൈ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് ഗൈസ്. എനിക്ക് ഏത് ബ്രാൻഡാന്ന് കറക്റ്റ് അറിയില്ല. ഞാൻ ഇത് അതിൽ കണ്ടപ്പോ അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നിയപ്പോ ഞാൻ മേടിച്ചിട്ടുള്ള ഒരു ബ്ലെൻഡറാണ്. 4 എണ്ണത്തിന്റെ ആയിട്ട് വരുന്നത്. ഇതിന്റെ പ്രൈസ് ഏകദേശം ഒരു
ഏകദേശം ഇതിന് എത്ര വന്നത്, ഇതിനെന്തോ 200 സംതിങ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഇതിന്റെ അകത്ത് കൊടുത്താണ് MRP 499 രൂപയാണ്. പക്ഷെ എനിക്ക് ഇതിന്റെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടിയ പ്രൈസ് എന്ന് പറയുന്നത് 200 സംതിങ്ങിന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിൽ 4 എണ്ണമാണ് ഗൈസ് വരുന്നത്. ഇത് കൊള്ളാം, നല്ല രസമുണ്ട്, കണ്ടോ? ഇതാ ഈ പെട്ടി കൊള്ളാം ഗൈസ്, നമുക്ക് ജ്വല്ലറീസ് ഒക്കെ ഇട്ടേക്കാം. ഇതാ കേട്ടോ, 4 തരത്തിലുള്ള ഇത് ഇങ്ങനത്തെയാണ്. ഇത് കൊള്ളാല്ലേ, നല്ല രസമുണ്ട് ഇത്. നമുക്ക് നോക്കാം. പിന്നെ അടുത്തത് വരുന്നത് ഇതാ, ഇത് സിമ്പിളായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒരു കട്ടിങ് ഒന്നും ഇല്ലാണ്ട് വെറുതെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഇത് ബ്ലെൻഡർ. പിന്നെ ഇതാ ഇത് താഴെ, നമ്മുടെ താഴെയൊക്കെയുള്ള ഇത് ഇവിടെയാണ്, താഴെയാണ് ഇതിന്റെ കട്ടിങ് വന്നേക്കണത്. ഇത് കൊള്ളാം ഗൈസ്, ഇത് നല്ല രസമുണ്ടല്ലേ, നല്ല രസമുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പൊ 4 ബ്ലെൻഡർ, ബ്യൂട്ടി ബ്ലെൻഡർ ആണ് അടുത്ത പ്രൊഡക്റ്റ് വരുന്നത്. ഇതിന്റെ പ്രൈസും ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഇതാ ഈ ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതെന്താ നമുക്ക് തുറന്നു നോക്കാം ഗൈസ്. ഇതും ഞാൻ തുറന്ന് നോക്കിയിട്ടില്ല ഗൈസ്, ഇതും എനിക്ക് കഴിഞ്ഞ ദിവസമാണ് വന്നത്. ഓക്കെ, ഇത് ഗൈസ് ഇതുണ്ടല്ലോ, ഇത് മാൾസിന്റെ ഫൗണ്ടേഷൻ ആണ് ഗൈസ്. ഈ ഫൗണ്ടേഷന്റെ ഷെയ്ഡ് വരുന്നത് 04 എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഗൈസ്. ഇത് 04 എന്ന് പറയുന്ന ഷെയ്ഡാണ്. അപ്പൊ നമുക്ക് എന്തായാലും പൊട്ടിച്ച് ഇതിന്റെ എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. പാക്കിംഗ് ഒക്കെ കൊള്ളാം, പാക്കിംഗ് ഒക്കെ അടിപൊളിയാണ് ഗൈസ്. കൊള്ളാം. ഇതിന്റെ പാക്കേജിങ് കൊള്ളാം ഗൈസ്. ഗ്ലാസിന്റെ ഒരു പാക്കേജിംഗ് ഒക്കെയാണ് ഇതിന്റെ വന്നേക്കണ കേട്ടാ, നല്ല ഭംഗിയുണ്ട്. ഹൈ കവറേജ് പ്ലസ് പ്രിപ്പയർഡ് സ്പെഷ്യലി ഫോർ ഇന്ത്യൻ സ്കിൻ ടൈപ്സ് ഉള്ളി. അപ്പൊ ഇത് ഇങ്ങനെയൊക്കെയാണ് എഴുതിയേക്കണം. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഗൈസ് ഈ ഒരു ഫൗണ്ടേഷന്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ, ഞാൻ ഇതിന്റെ ഒരുപാട് യൂട്യൂബേഴ്സ് ഞാൻ ഇതിന്റെ റിവ്യൂ ചെയ്യണ കണ്ടിട്ടുണ്ട്. ഭയങ്കര കവറേജ് ആണെന്നാണ് ഗൈസ് പറയുന്നത്. അപ്പം ഇതിന്റെ പെർഫോമൻസ് എനിക്കൊന്ന് അറിയണം. പിന്നെ അപ്പൊ അവര് പറയുന്ന അത്രയും കവറേജ് ഒക്കെ ഉണ്ടോന്ന് എനിക്ക് അറിയാൻ വേണ്ടിട്ട് ഞാൻ മേടിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കഴിച്ചത്. അപ്പൊ നമുക്ക് ഇപ്പൊ എന്തായാലും ഞാൻ കൈമതാ ഈ ഒരു ഇതുണ്ട്, നമുക്ക് ഇത് കവർ ആവോന്ന് ജസ്റ്റ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതാ ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇത് ഭയങ്കര കുറച്ച് മതി എന്നാണ് അവര് പറയുന്നത്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അയ്യോ, ഓ ഇത് കൊള്ള ഗൈസ്. സംഭവം ശരിയാണ് ഗൈസ്. ഇത് ഗൈസ് ഇത് കൊള്ള ഗൈസ്, ഇത് അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടമായി ഗൈസ്. ഇത് ഞാൻ മേടിച്ചത് എന്തോ 300 സംതിങ്ങിന് റുപ്പീസിനാണ്. ഞാൻ എന്തായാലും ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കാട്ടോ. സെറ്റ് ആട്ടോ ഗൈസ്. ഇത് അടിപൊളി ലിപ്സ്റ്റിക് ഫൗണ്ടേഷൻ ആണ് ഗൈസ്. ഇത് നോക്കി, അടിപൊളി, എനിക്ക് ഇഷ്ടമായി ഗൈസ് ഇത്. ഓക്കെ, അപ്പൊ ഇതാണ് കേട്ടോ അടുത്ത പ്രൊഡക്റ്റ്. ഇല്ല ഗൈസ്, ഇത് ഓക്കെ, ഞാൻ എവിടെ ലിപ്സ്റ്റിക് ഇട്ടേന്നും കൂടി ഇപ്പൊ കാണില്ല ഗൈസ്. അത്ര അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഇത് കൊള്ളാം, ഇത് എനിക്ക് ഇഷ്ടമായി ഗൈസ്. ഇത് വലിയ പെട്ടി പൊട്ടിക്കാം ഗൈസ്. ഈ വലിയ പെട്ടി പൊട്ടിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൽ എന്തോ ഭയങ്കര കാര്യമായിട്ടുണ്ടെന്ന്. ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഇല്ല. വളരെ 2-3 പ്രൊഡക്റ്റ് ഒന്നും ഉള്ളൂ. എന്താ നോക്കുന്നത്, ഇത് ഓൾറെഡി പൊട്ടിച്ച് വെച്ച പ്രൊഡക്റ്റ് ആണ് ഗൈസ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും പൊട്ടിച്ച് വെച്ചേക്കുന്നതാണ്. ഇത് നമുക്ക് എന്തായാലും ഒന്നുകൂടി പൊട്ടിക്കാം. ഓക്കെ, ഇതിൽ വേറൊരു കുഞ്ഞു പാക്കറ്റും കൂടി ഇടട്ടാ ഗൈസ്. ഇതിന്റെ അകത്ത് വേറൊരു ചെറിയ പാക്കറ്റും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ആ പാക്കറ്റിന്റെ അകത്ത് മെബിലൈൻ ന്യൂയോർക്കിന്റെ കുറച്ച് സാധനങ്ങളാണ് ഗൈസ്. ഇതും ഞാൻ കുറച്ച് നാളായിട്ട് മേടിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഇതും ഞാൻ കുറെ നാള് ഞാൻ യൂട്യൂബില്
സോറി ഫ്ലിപ്കാർട്ടിൽ ഞാൻ എന്റെ കുറെ നാളായിട്ട് എന്താ കാർട്ടിൽ കിടന്നിട്ടുള്ള സംഭവമാണ്. അപ്പൊ നമുക്കിത് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. ഇതിന്റെ അകത്ത് ഫസ്റ്റ് വൺ ഈ ഒരു കൊളോസൽ മസ്കാര. ഓക്കെ, ഫസ്റ്റ് പ്രൊഡക്റ്റ് ഇതായി ഒരു മസ്കാരയാണ് ഗൈസ്. അപ്പൊ ഇതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് റിവ്യൂ നോക്കാം. നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്താ? നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഈ ഒരു ഇത് ഐലൈനർ ആണ് കേട്ടോ, അതിന്റെ തന്നെ ഐലൈനർ ആണ് ഗൈസ്. ഇത് നെക്സ്റ്റ് വരുന്നത് ഇതായി ഒരു കൊളോസലിന്റെ തന്നെ ഈ ഒരു കാജൽ സ്റ്റിക്ക് ആണ് ഗൈസ്. ഇതും ഏകദേശം നല്ല വാട്ടർ പ്രൂഫ് ആണെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം, സ്മഡ്ജ് പ്രൂഫ് ആണെന്നൊക്കെ പറയുന്നുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ട്രൈ ചെയ്തിട്ട് റിസൾട്ട് നമുക്ക് നോക്കാട്ടോ. പിന്നെ ലാസ്റ്റ് പ്രൊഡക്റ്റ് ആണ് ഗൈസ് ഈ ഒരു ഗാർണിയറിന്റെ മിസെല്ലാർ വാട്ടർ. അപ്പൊ ഈ 4 പ്രൊഡക്റ്റും എനിക്ക് ഒരു കോംബോ ആയിട്ട് വരുന്നതാണ്. ഈ ഒരു മിസെല്ലാർ വാട്ടർ, ഗാർണിയറിന്റെ മിസെല്ലാർ വാട്ടർ, പിന്നെ അതുപോലെ കൊളോസലിന്റെ 3 കാജലും ഐലൈനറും മസ്കാരയും. ഓക്കെ, അപ്പൊ നമുക്കിതെല്ലാം ട്രൈ ചെയ്തിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഗൈസ് ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ അൺബോക്സിംഗ് വീഡിയോ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊക്കെ കമന്റ് ചെയ്യാട്ടോ. പിന്നെ ഇതിന്റെയൊക്കെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്തതിന് ശേഷം ഓരോ വീഡിയോസിലായിട്ട് ഏത് ഷോർട്സിലോ ആയിട്ട് ഞാൻ എന്തായാലും പറയാം. പിന്നെ എന്താ, അപ്പൊ ഇതൊക്കെയാണ് ഇത്രയും സാധനങ്ങളുള്ളൂ. അപ്പൊ ഉള്ളത് എനിക്ക് എന്തായാലും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം എന്റെ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ ഏകദേശം ഒക്കെ തീർന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഞാൻ ഓർഡർ കൊടുത്തതാണ് ഗൈസ്. അപ്പൊ ഇത്രയും സാധനങ്ങൾ എന്തായാലും യൂസ് ചെയ്തിട്ട് റിവ്യൂ ഞാൻ പറയുന്നതാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ.